ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ കോവളത്തേക്കാണ് പോകുന്നത്. ഒരുപാട് നാളായി കോവളം കണ്ടിട്ട്. ചുമ്മാ വീട്ടിലിരുന്നാലും ശരിയാവില്ലല്ലോ. വഴി എന്നോടൊപ്പം തന്നെ എൻ്റെ അതേ വൈബുള്ളൊരു ഫ്രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഞാനും അവളും കൂടെ നേരെ വിട്ടു കോവളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാ എത്തിച്ചേർന്നിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ കടൽക്കരയിലൂടെ ഒരുപാട് കാര്യങ്ങളും പറഞ്ഞ് പണ്ടത്തെ സ്കൂൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്ന് പോവുകയാണ്. അങ്ങനെ ഇത് അവിടെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. ആ ഷോപ്പിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല. വിദേശികളാണ് കൂടുതലും വാങ്ങാറ്. അവിടെ വിദേശികളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. വലിയ വലിയ റിസോർട്ട്സൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ അവൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. നേരെ നമ്മൾ കോവളത്തെത്തി. കടലിലോട്ട് ഇറങ്ങിയില്ല. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ട് കടലിൽ ഇറങ്ങിയില്ല. കടലിൽ പേടിയായിട്ടൊന്നുമല്ല, എങ്കിലും ചെറിയൊരു പേടി. അതുകൊണ്ട് ചെറിയൊരു പേടിയായിട്ട് ഇറങ്ങിയില്ല. പിന്നെ മാല, വള, കമ്മൽ ഒക്കെ കാണുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു 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 അതുണ്ടല്ലോ, അത് ഞങ്ങൾ രണ്ടുപേരും അതിനെ നല്ലോണം പ്രകടിപ്പിച്ചു. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴുണ്ട് മദാമ്മമാർ സെറ്റായിട്ട് അങ്ങനെ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. ഇതാണ് അവിടെയൊക്കെ ഇരുന്ന് കടൽ തീരവും കണ്ട് കടൽക്കരയും കണ്ട് ഫുഡ് കഴിക്കാൻ ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കോവളം. കോവളം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ഈ സ്റ്റഡ് കമ്മലുകൾ, മാലകൾ, മോതിരങ്ങൾ, പിന്നെ മൂക്കുത്തി, റിങ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, വലിയ കല്ലിൻ്റെ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി. എല്ലാം കല്ല് ഐറ്റംസ് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ചിരട്ടയിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു സർബത്തൊക്കെ കുടിച്ച് ചോറൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റി അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കടലിൻ്റെ തിരകളും എണ്ണി കുറേ നേരം ഇരുന്ന് കുറേ മദാമ്മമാരെയൊക്കെ പരിചയപ്പെട്ടു. നേരെ വീട്ടിലോട്ട് മടങ്ങി. നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.